രാഹുൽ ഗാന്ധി ഉയർത്തിയ ഹൈഡ്രജൻ ബോംബും ആറ്റം ബോംബും കൊടുങ്കാറ്റും രാഷ്ട്രീയമായി ഇന്ത്യയിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതാണ്. ബി എന്ന ഫാസിസ്റ്റ് കക്ഷി എങ്ങനെയാണ് അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നത് എന്നതിൻ്റെ തെളിവുകളാണ് പല ഘട്ടങ്ങളിലായി പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോൾ ബാംഗ്ലൂരിലെ മഹാദേവപുര എന്ന് പറയുന്ന ആ ഒരു നിയോജക മണ്ഡലത്തിൽ എത്രത്തോളം കള്ളവോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്നതിൻ്റെ കണക്ക് സഹിതം തെളിവ് സഹിതം രാഹുൽ ഗാന്ധി ലോകത്തിന് മുമ്പിൽ വയ്ക്കുന്നു. ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ വയ്ക്കുന്നു, മാധ്യമങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുന്നു, ജനങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുന്നു. ഇത് നിഷേധിക്കാൻ ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞിട്ടില്ല. നിഷേധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടി വക്താവ് സംസാരിക്കുന്ന പോലെയാണ് ജ്ഞാനേഷ് കുമാർ എന്ന ഇലക്ഷൻ കമ്മീഷൻ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മളോട് സംസാരിച്ചത്. അയാൾ വേണമെങ്കിൽ പരാതിയായിട്ട് വരട്ടെ. ഇനി എന്ത് പരാതിയായിട്ട് വരാനാണ്? പരാതി വരേണ്ട കാര്യമില്ല എന്നും ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അട്ടിമറിക്കപ്പെടുന്നു എന്നതിന് കൃത്യമായ തെളിവുണ്ടെന്നും മുന്നിൽ കണ്ടിട്ടും ഒരുവിധ തിരുത്തലിനും തങ്ങൾ തയ്യാറല്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. അതിനർത്ഥം അവർ ഭരണകക്ഷിയുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ്. ഭരണകക്ഷിയുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന ജ്ഞാനേഷ് കുമാർ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യൻ ജനാധിപത്യത്തിന് വലിയ ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ജനാധിപത്യം അട്ടിമറിച്ച് ഫാസിസം അധികാരത്തിൽ വരുന്ന രീതിയെക്കുറിച്ചൊക്കെ ലോകത്ത് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. 14 ലക്ഷണങ്ങളാണ് ഫാസിസത്തിൻ്റെതായി പറയുന്നത്. അതിൽ 2 ലക്ഷണങ്ങളെ ഇന്ത്യയിൽ ഇല്ലാതുള്ളൂ എന്നാണ് വിദഗ്ധർ പറയുന്നത്. ആ 2 ലക്ഷണങ്ങൾ: ഒന്ന്, പട്ടാളത്തിന് ഭരണകൂടവുമായുള്ള അവിഹിത ബന്ധം; 2, ന്യായമായ രൂപത്തിൽ എല്ലാ 5 വർഷം കൂടുമ്പോഴും ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കും. 5 വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നതൊരു സത്യമാണ്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ചല്ല ഫലം വരുന്നത് എന്നത് പല സ്ഥലത്തും നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ തവണ ബീഹാർ തെരഞ്ഞെടുപ്പിൽ കണ്ടു, മറ്റ് ഹരിയാന തെരഞ്ഞെടുപ്പിൽ കണ്ടു, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ കണ്ടു. ഇതിലൊക്കെ നമ്മൾ അതിൻ്റെ ചിത്രങ്ങൾ കണ്ടു. ഇപ്പോൾ അത് കണക്ക് വെച്ച് കൃത്യമായി മുമ്പോട്ട് വച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധി ഇട്ട ഈ ഹൈഡ്രജൻ ബോംബ് തീർച്ചയായും ഇവിടത്തെ ഭരണകൂടത്തെ വല്ലാതെ ഉലച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒരു കാലത്ത് പപ്പു എന്ന് വിളിച്ചാക്ഷേപിച്ചിരുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് രാഹുൽ ഗാന്ധി. ഇന്ന് അദ്ദേഹം ഇന്ത്യയുടെ യഥാർത്ഥ പ്രതിപക്ഷ നേതാവായി വളർന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിൽ അദ്ദേഹത്തിന്റെ മൈലേജ് വളരെ കൂടിയിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ മോഡിയായിരുന്നു ചെറുപ്പക്കാരുടെ ആശയെങ്കിൽ ഇന്ന് അവരുടെ ആ പ്രത്യാശയൊക്കെ തകർന്നിരിക്കുന്നു. തൊഴിലിന്റെ പ്രശ്നത്തിൽ, അമേരിക്കയുമായുള്ള ബന്ധത്തിന്റെ പ്രശ്നത്തിലൊക്കെ തകർന്നിരിക്കുന്നു. അവരൊരു പ്രതീക്ഷയോടുകൂടി രാഹുൽ ഗാന്ധിയെ കാണുക. ഒരു സംശയവും വേണ്ട, രാഹുൽ ഗാന്ധിയുടെ മൈലേജ് വളരെ 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 ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല, ജനങ്ങളോട്, മാധ്യമങ്ങളോട്, വിദേശ മാധ്യമങ്ങളോട് പോലും വളരെ ശക്തമായും കൃത്യമായും ഏത് സമയത്തെ ചോദ്യത്തിനും മറുപടി പറയാൻ രാഹുൽ ഗാന്ധി തയ്യാറാണ്. അത്തരമൊരു സംവാദത്തിന് നമ്മുടെ പ്രധാനമന്ത്രി തയ്യാറാവോ? ഇല്ല. അദ്ദേഹത്തിന് മുമ്പിൽ എഴുതിയ മോണിറ്റർ വെച്ചല്ല സംസാരിക്കാൻ പറ്റില്ല. സംസാരിച്ചാൽ അദ്ദേഹത്തിന് തെറ്റിപ്പോവും. ഐക്യരാഷ്ട്രസഭയിൽ സംസാരിക്കുന്ന പോലെയല്ലല്ലോ പത്രക്കാരോട് സംസാരിക്കുക. മര്യാദയ്ക്ക് ഒരു ഇന്റർവ്യൂ പോലും ഇതുവരെ കഴിഞ്ഞ 10-12 വർഷമായി മോഡി കൊടുത്തിട്ടില്ല. കാരണം എന്താ? പത്രക്കാരെ നേരിട്ടാൽ അവരെന്ത് ചോദ്യം ചോദിക്കാന്നറിയില്ല, ഇയാൾക്ക് അറിയണ്ടേ. രാഹുൽ ഗാന്ധി അങ്ങനെയല്ല. പോകുന്ന വഴിക്കെല്ലാം പത്രക്കാർ അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്നു. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളെയാണ് ഞാൻ ഇതിൽ കൂടുതൽ കണ്ടിട്ടുള്ളത്. അവരെ പിന്നാലെ വരും, മുഖ്യമന്ത്രി ചോദിച്ചു ബാക്കിയുള്ളവരുടെ, എന്നിട്ട് ഇങ്ങനെ വഴിക്ക് വന്ന് വടിയൊക്കെ കാണിച്ചു ചോദിക്കും. ഒരു മടിയുമില്ലാതെ ആര് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ രാഹുൽ ഗാന്ധി തയ്യാറാണ് എന്നത് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഓപ്പൺനെസ്, അദ്ദേഹത്തിന്റെ ഒരു സുതാര്യത നമുക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ, 10-12 വർഷത്തിനിടയിൽ രാഹുൽ ഗാന്ധിക്കുണ്ടായ മാറ്റം അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പോലും സമ്മതിക്കും. ഇന്ന് പപ്പു കിപ്പു എന്നൊന്നും പറഞ്ഞാൽ നടക്കില്ല, നമുക്കറിയാം. കാരണം ജനങ്ങൾ അദ്ദേഹത്തെ അങ്ങനെയല്ല കാണുന്നത്. അതിന് കാരണം ഈ വോട്ട് ചോരി അടക്കമുള്ള വിഷയങ്ങൾ ഒന്നിനൊന്നായി നിന്ന് പാർലമെന്റിൽ ചോദിക്കുകയാണ്. അതിനിടയ്ക്ക് അദ്ദേഹത്തിനെതിരെ ഇറ്റലിക്കാരി, ഇനി അതൊന്നും നിൽക്കില്ല. ഇറ്റലിക്കാരനാണ്. ഒരു കാലത്ത് അദ്ദേഹത്തിനെ ചൈനീസ് ചാരൻ എന്നാണ് വിളിച്ചിരുന്നത്. പക്ഷെ വളരെ പെട്ടെന്ന് നമ്മുടെ പ്രധാനമന്ത്രി പോയി ചൈനക്കാരുമായി ഇന്തോ ചീന ബായി ബായി എന്ന് പറഞ്ഞോടുകൂടി ട്രംപ് അവിടെ നിന്ന് തുപ്പിക്കളഞ്ഞു മൈ ഫ്രണ്ടിനെ. ഇപ്പോൾ ഡ്യൂട്ടിയൊക്കെ കൂട്ടി ഇന്ത്യയുടെ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളെയും തകർക്കുന്ന തരത്തിലാണ് അമേരിക്കൻ ഡ്യൂട്ടി വന്നിട്ടുള്ളത്.
ഇപ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ മോഡിയുടെ ആൾക്കാർ പറയുന്നത് രാഹുൽ ഗാന്ധി അമേരിക്കൻ ചാരനാണ്, ഇത്രയും കാലം ചൈനീസ് ചാരനായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള ലുട്ടുലുടുക്ക് കാര്യങ്ങളെ പറയാൻ പറ്റും. ഇന്നലെ കേട്ടൊരു വാർത്ത വളരെ രസകരമാണ്. മധ്യപ്രദേശിലെ 2 വട്ടൻ മന്ത്രിമാർ അവര് രാഹുലും പ്രിയങ്കയും പരസ്പരം കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നതിനെ അവരെന്തോ വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് എന്ന രൂപത്തിലാണ് കാണുന്നത്. ഇന്ത്യൻ സംസ്കാരമല്ല എന്ന് ആരവരോട് പറഞ്ഞു? എവിടെ ഇന്ത്യൻ സംസ്കാരം നിൽക്കണേ? ഇന്ത്യയിൽ ഇത്രയും സിനിമകളും വിഷ്വൽ മീഡിയയും സോഷ്യൽ മീഡിയയും ഒക്കെ ഉള്ള സ്ഥലത്ത് ഏത് ലോകത്താണ് അവർ ജീവിക്കണേ? ആ സഹോദരി സഹോദരന്മാർ തമ്മിൽ അടുത്ത ബന്ധമുണ്ടാവുന്നത് തെറ്റാണെന്ന് എങ്ങനെയാണ്, ഏത് ആർഷഭാരത സംസ്കാരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്? ഇവരെന്താ പറയുന്നത്? രാഹുൽ ഗാന്ധിക്കെതിരെ, പ്രിയങ്ക ഗാന്ധിക്കെതിരെ എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. ഇതുവരെ BJP ഔദ്യോഗികമായി അതിനെ അംഗീകരിച്ചിട്ടില്ല, എതിർത്തിട്ടില്ല. എതിർക്കേണ്ടതല്ലേ? BJP പറയണ്ടേ സഹോദരിയും സഹോദരനും തമ്മിൽ കെട്ടിപ്പിടിക്കുന്നത് ഈ രാജ്യത്ത് ഒരു വലിയ എന്തോ ഒരു കുറ്റമാണ്, സദാചാര പ്രശ്നമായി കാണുന്ന, തലയ്ക്ക് വെളിവില്ലാത്ത, അല്ലെങ്കിൽ കഴിഞ്ഞ ഏതോ 5-6 നൂറ്റാണ്ട് പിന്നിൽ ജീവിക്കുന്ന ചില ആളുകളാണ് ഇത് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് കേരളത്തിൽ BJPയുടെ ഒരു മീഡിയ സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ മീഡിയ ചർച്ചക്കാരൻ News 18 TV വന്നിരുന്ന് പറഞ്ഞത് നമ്മൾ കേട്ടു. രാഹുൽ ഗാന്ധിയുടെ വിരിമാറിലേക്ക് വെടിയുണ്ടയൊഴിക്കും എന്നാണ്. ഇത് കേരളത്തിൽ വന്നാ പറഞ്ഞത്. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അയാൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോകാമോ? പിണറായി വിജയന്റെ പോലീസ് അയാൾക്കെതിരെ കേസെടുക്കുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ടോന്നോട്ടെ, ഞാനിത് പറയാം. വോട്ട് വിഷയത്തിൽ ഇന്ന് വരെ കാമ എന്നൊരു അക്ഷരം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി മിണ്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്താ മിണ്ടാത്തത്? നമ്മൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. ഇന്ത്യ മുന്നണിയുടെ CPF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പോലും കേരളത്തിന് പുറത്തൊരു മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പോയില്ല. മലയാളികളുള്ള മധുര പോലെയുള്ള മണ്ഡലത്തിൽ മുഖ്യമന്ത്രിക്ക് പോകാമായിരുന്നു. അവിടെ CPMന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചത്. അതിനത്ര ദൂരമൊന്നും പോണ്ട. അദ്ദേഹം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നേരെ ഇന്തോനേഷ്യക്ക് പോയത്, സിംഗപ്പൂരോ വേറെ എവിടെയോ, കുടുംബസമേതം. അദ്ദേഹത്തിന് റെസ്റ്റ് എടുക്കണമെന്ന് ഇവിടുത്തെ ചില നേതാക്കൾ പറഞ്ഞത്. ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കേരളം മാത്രമേ ഉള്ളൂ ഇടത്? കേരളത്തിന് പുറത്ത് ഇടതുണ്ടോ? മുഖ്യമന്ത്രി വളരെ സംശയാസ്പദമായ രീതിയിലാണ് നിൽക്കുന്നത്. രാഹുൽ ഗാന്ധിയെ ഇപ്പോഴും രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന് നേതാവ് പറഞ്ഞു. ആ നേതാവ് ഇപ്പൊ കൂറുമാറി. പക്ഷെ അത് സപ്പോർട്ട് ചെയ്ത ആളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും നമ്മുടെ മുഖ്യമന്ത്രി. ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് നിറയൊഴിക്കുമെന്ന് പറഞ്ഞ ഒരു പാർട്ടിയുടെ നേതാവ്, ആ നേതാവിനെതിരെ ഒരു FIR പോലും ഇല്ലല്ലോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ആഭ്യന്തര വകുപ്പ് അങ്ങയുടെ കയ്യിലല്ലേ? അദ്ദേഹത്തിനെതിരെ ഒരു FIR ഇടണ്ടേ? അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യണ്ടേ? ഒരാളെ വെടിവെച്ച് കൊല്ലൂ എന്ന് പറഞ്ഞാൽ അതൊരു കുറ്റമല്ല എന്നാ. ഇപ്പൊ ഏതോ ആളുകളെയൊക്കെ അവിടെ എവിടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ എന്തോ പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യുന്ന ഒരു നാട്ടിലാണ് പരസ്യമായ ഒരാൾ പറയുന്നു ഞങ്ങൾ വെടിവെച്ചു കൊല്ലും. അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ അന്തർധാര എന്ന് തന്നെ പറയേണ്ടി വരും. രാഹുൽ ഗാന്ധി തന്നെയാണ് പിണറായി വിജയന്റെ 1-ാം നമ്പർ ശത്രു, മോഡിയല്ല. നോക്കൂ, മോഡിക്കെതിരെ ഒരു വാക്ക് കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടോ? മോഡി എന്ന പേര് പറഞ്ഞിട്ടില്ല. മോഡിക്കെതിരായി പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് സ്റ്റാലിൻ ആയാലും മമതാ ബാനർജി ആയാലും കർണാടക മുഖ്യമന്ത്രി ആയാലും ഒക്കെ വളരെ സ്ട്രോങ് ആയി പറയുന്നുണ്ടല്ലോ. എന്താ ഇദ്ദേഹത്തിന് പറയാൻ പറ്റാത്തത്? ഞാൻ പറയില്ല, മോഡി എന്ന വാക്ക് മിണ്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ രാഹുൽ ഗാന്ധിയുടെ ഉയർച്ച ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് മോഡിയാണോ പിണറായി വിജയനെയാണോ എന്ന് നമുക്ക് സംശയിക്കാവുന്ന തരത്തിൽ രാഷ്ട്രീയം മാറിയിരിക്കുന്നു എന്നുകൂടിയാണ് തെളിയിക്കുന്നത്.